സൃഷ്ടി തൻ്റെ സ്രഷ്ടാവിനെ സ്മരിക്കുന്ന വേദികളാണ് ദേവാലയം. സൃഷ്ടിയും സ്രഷ്ടാവും സംഗമിക്കുന്ന അതിവിശുദ്ധമായ സംഗമസ്ഥലം. വിശ്വാസത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയ ആ സ്നേഹതീരങ്ങളിലൂടെ ഒരു സ്നേഹപ്രയാണം. സ്നേഹതീരം. ക്രൈസ്തവ ദേവാലയങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര. സ്നേഹതീരം. ഭാരതസഭയുടെ ഈറ്റില്ലമായ തൃശ്ശൂർ നഗരത്തിന് 14 കിലോമീറ്റർ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുതുക്കാട് പ്രദേശം. ക്രൈസ്തവ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ചരിത്രമുറങ്ങുന്ന മണ്ണ്. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കൊച്ചി രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ അഥവാ താലൂക്ക്, പ്രവൃത്തി അഥവാ വില്ലേജ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു. അപ്പോൾ രൂപീകൃതമായ ഒരു പ്രവൃത്തിയായിരുന്നു പുതുക്കാട്. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാൻ തൻ്റെ ആസ്ഥാന നിർണയത്തിൽ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ കൊണ്ട് പുതുക്കാടിന് പ്രത്യേക പരിഗണന നൽകിയിരുന്നു. രാജ്യത്തിൻ്റെ കിഴക്കോട്ടു പോകുന്തോറും വർദ്ധിച്ചിരുന്ന മലമ്പനിയുടെ ഭീഷണിയും പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ശുദ്ധജല ദൗർലഭ്യവും കണക്കിലെടുത്തപ്പോൾ കൊച്ചി രാജ്യത്തിന് ഏകദേശം മധ്യസ്ഥിതി ചെയ്യുന്ന പുതുക്കാടിന് പരിഗണന നൽകാമെന്ന് രാജാവ് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ മണലിപ്പുഴയ്ക്കും കുറുമാലിപ്പുഴയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പുതുക്കാടിനെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടേണ്ടി വന്നേക്കാം എന്ന മന്ത്രിയുടെ അഭിപ്രായത്തെ തുടർന്ന് രാജാവ് ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഇതുമൂലം ഈ ഗ്രാമത്തിന് നഷ്ടമായത് തൃശ്ശൂർ നഗരത്തോളം വരുന്ന പ്രശസ്തിയായിരുന്നു. പിതാക്കന്മാർ പകർന്നു തന്ന വിശ്വാസവിളക്ക് അണയാതെ സൂക്ഷിക്കുവാൻ വെമ്പൽ കൊണ്ടിരുന്ന ഈ നാട്ടിലെ ക്രൈസ്തവർ ദൂരമേറെ പിന്നിട്ട് പർപ്പുകര വിശുദ്ധ യോഹന്നാൻ എബിംസാന്റെ ദേവാലയത്തെ ആശ്രയിച്ചിരുന്ന കാലമായിരുന്നു അത്. അങ്ങനെയിരിക്കെ കൊച്ചി രാജാവ് ചീനിക്കുഴിക്കുന്നിനും തുറവുകുന്നിനും ഇടയ്ക്കുള്ള നിരന്ന കാടുപ്രദേശം കരമൊഴിവായി നൽകി. അവിടെയുണ്ടായിരുന്ന 32 വീട്ടുകാർ ചേർന്ന് ഈ പ്രദേശം വെട്ടിത്തെളിച്ച് ഒരു കൊച്ചു ദേവാലയം നിർമ്മിച്ചു. പുരോഗതിയുടെ പാതയിലെ പുനരുദ്ധാരണ പ്രക്രിയകൾക്ക് ശേഷം ആ കൊച്ചു ദേവാലയം ഈ കാണും വിധം രൂപാന്തരം പ്രാപിച്ചു. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള പുതുക്കാട് ദേവാലയം 1764 ഫെബ്രുവരി 12 ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടു.
നാട്ടുകാർ ഇതിനെ പുതിയ കാട്ടുപള്ളി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് പുതുക്കാട് എന്ന പേർ ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. 1777 ഏപ്രിൽ 7 കൊടുങ്ങല്ലൂർ രൂപത മെത്രാൻ സർവദോസ്ര തിരുമേനി ഈ ദേവാലയത്തെ ഇടവക പള്ളിയായി ഉയർത്തി. 1973 ജൂലൈ 3 ഈ ഇടവക ഫൊറോന ദേവാലയമായി ഉയർത്തപ്പെട്ടു. ഈ ദേവാലയം സ്ഥാപിതമായത് 18-ാം നൂറ്റാണ്ടിലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 1764. മാതൃദേവാലയം സമീപസ്ഥ ഗ്രാമമായിട്ടുള്ള പറപ്പൂക്കരയിലെ കത്തോലിക്ക പള്ളിയാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇന്നുള്ളതുപോലെയുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കൗദാശികമായിട്ടുള്ള കർമ്മങ്ങൾക്കായി ഇത്രയും ദൂരസ്ഥമായിട്ടുള്ള പറപ്പൂക്കരയിലേക്ക് പോകുന്നത് വളരെ ശ്രമകരമായിരുന്നു. 32 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സമൂഹമായിരുന്നു ഇവിടെ. 18-ാം നൂറ്റാണ്ടിൽ പലപ്പോഴും സാംക്രമിക രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ഒരു പ്രദേശത്ത് തന്നെ 10-20 പേർ ഒരുമിച്ച് മരിക്കും. ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിട്ട് ദൂരസ്ഥമായിട്ടുള്ള പറപ്പൂക്കരയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. രാത്രിയുടെ ആ മറവിൽ ഊടുവഴികളിൽ കൂടി പായയിൽ തെറുത്തതായിട്ടുള്ള ആ മൃതദേഹങ്ങൾ ചൂട്ടുകത്തിച്ച് പറപ്പൂക്കര ദേവാലയത്തിലേക്ക് കൊണ്ടുപോകണം. ഇത്രയ്ക്ക് ഇതെല്ലാം വളരെ ശ്രമകരമായിരുന്നു. സഖിൻ്റെ പിഞ്ചോമനയായിട്ടുള്ള ഈ കുർമാലിപ്പുഴ കാലവർഷം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് ഒഴുകി ആ രുദ്രഭാവം കാണിക്കും. ഈ പുഴ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് മറുകര പ്രാപിക്കാൻ പ്രയാസമായിരുന്നു. ഇങ്ങനെയുള്ള ദുരിതങ്ങൾ, ഇത്രയെല്ലാം വിഷമങ്ങൾ നേരിട്ടപ്പോൾ അന്നത്തെ ചെറിയ സമൂഹം ഒരു തീരുമാനമെടുത്തു. എത്ര ക്ലേശകരമാണെങ്കിലും കഴിയുന്ന വേഗത്തിൽ ഇവിടെ ഒരു ദൈവാലയം പടുത്തുയർത്തണം. 1764 ദേവാലയ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിൻ്റെ പഴക്കവും പ്രൗഢിയും വിളിച്ചോതുന്ന വിധത്തിൽ സ്ഥാപിക്കപ്പെട്ട ശിലാഫലകം. പള്ളി വെച്ചത് 1000, 700, 610, 4 മിശിഹാകാലം, കുംഭമാസം, 1/10, 2 തീയതി എന്നാണ് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. പോർച്ചുഗീസ് കേരളീയ വാസ്തുശില്പവിദ്യ സമന്വയിപ്പിച്ച് 1961 പുനർനിർമ്മിച്ച അൾത്താര. പഴമയുടെ എല്ലാ മനോഹാരിതയും നിലനിർത്തിക്കൊണ്ടുള്ള ദേവാലയത്തിൻ്റെ അകത്തളങ്ങൾ. (1764) സ്ഥാപിതമായ പുതുക്കാട് ഫൊറോന പള്ളി ഇന്ന് തൃശ്ശൂർ അതിരൂപതയിലെ തന്നെ
ഏറ്റവും വലിയ ഒരു ഫൊറോനയാണ്. 16 ഇടവകയാണ് ഇന്ന് ഈ ഫൊറോനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഇടവയാകാത്ത 5 നടത്തുപള്ളികളും ഇന്ന് ഈ ഫൊറോനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. പുതുക്കാട് സെൻറ് ആൻറ്റണീസ് ഇടവക എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ഏറ്റവും ചൈതന്യമുള്ള സജീവത്വം തുളുമ്പുന്ന ഒരു നല്ല മാതൃകാ ഇടവകയാണ്. ദിവ്യബലികളിലും ആരാധനാക്രമങ്ങളിലും ദൈവജനങ്ങൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു മാതൃകാ ഇടവകയാണ് പുതുക്കാട്. ഈ ഇടവക ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ രംഗത്ത് ഈ ഇടവക തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ഇടവകയാണ്. കാരണം ഇവിടെ അടുത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടി ഈ പള്ളിയിൽ നിന്നാണ് സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അശോക റോഡിന് വേണ്ടി ഭൂമി ദാനം ചെയ്തതും പുതുക്കാട് പള്ളിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി മാർക്കറ്റും മറ്റേ കച്ചവട സ്ഥലങ്ങളും ക്രമീകരിക്കുന്നതിനായിട്ട് ഈ പള്ളി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കുടുംബ കൂട്ടായ്മകളുടെയും മറ്റ് ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ നിർധനരായിട്ടുള്ളവർക്ക് പഠിക്കാനായിട്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനും ചികിത്സാ സൗകര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ സംഘടനകളും പള്ളിയും ധാരാളം നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ മതസ്ഥരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. 1917 ഈ ഇടവകാതിർത്തിയിലെ ഒരു വിദ്യാലയം ആരംഭിക്കുന്നത്. അതിനുശേഷം അത് ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെട്ടു. 98 ഇവിടെ +2 വിദ്യാലയം ആരംഭിച്ചപ്പോൾ അത് അതിരൂപതയിൽ തന്നെ ഒരു ശ്രദ്ധാവിഷയമായി. കാരണം കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും തന്നെ തൃശ്ശൂർ അതിരൂപതയിൽ വെച്ച് ഏറ്റവും നല്ല റിസൾട്ട് ഈ +2 വിദ്യാലയത്തിനായിരുന്നു. അതോടൊപ്പം തന്നെ SSLCക്കും 100% റിസൾട്ട് വാങ്ങിച്ച് അതിന്ന് കേരളത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിദ്യാലയമായിട്ട് മാറുകയായിരുന്നു. ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത, ഇവിടെ പഠിക്കുന്ന കുട്ടികളിലെ എനിക്ക് തോന്നുന്നത് പകുതിയേക്കാൾ കൂടുതൽ മറ്റ് മതത്തിൽപ്പെട്ട കുട്ടികളാണ്. എല്ലാവർക്കും ഇവിടെ തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെ മാതൃകാപരമായിട്ട് മുന്നേറുന്ന അച്ചടക്കത്തിനും അതുപോലെ തന്നെ അധ്യാപകരുടെ കഠിനാധ്വാനത്തിനുമൊക്കെ ഇന്ന് ഈ വിദ്യാലയം വളരെ പേര് കേട്ടൊരു വിദ്യാലയമായിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം 2000-ഓളം വീടുകളുള്ള പുതുക്കാട് ഫൊറോന ഇടവകയുടെ കീഴിൽ തന്നെ നേരിട്ട് പ്രവർത്തിക്കുന്ന വേറെ 3 പള്ളികളുണ്ട്. ഈ പള്ളിയിൽ സേവനം ചെയ്യുന്നതിനായിട്ട് വികാരി കൂടാതെ 2 അസിസ്റ്റൻസ്മാർ കൂടി കുറേ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ സേവനം ചെയ്തു വരുന്നു. 33 കുടുംബ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്ന ഈ ഇടവകയിൽ ഒട്ടനവധി ഭക്തസംഘടനകളും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടവകയാണ്. ജൂൺ 5 പള്ളി മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ സെൻറ് ആൻ്റണീസ് ആംഗ്ലോ വെർണാക്കുലർ സ്കൂൾ ആരംഭിച്ചു. ഇത് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1998 ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചു. ഈ സ്കൂൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒന്നാണ്. പ്രശസ്തമായ പ്രചോദിനികേതൻ കോളേജ് ഈ ഇടവകാതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
പുരാതന ദേവാലയങ്ങളിൽ മാത്രം കാണുന്ന പുഷ്പം എന്നറിയപ്പെടുന്ന പ്രസംഗപീഠം. ദാരുശില്പ കലാവിരുതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പുഷ്പം. ഉച്ചഭാഷിണികൾ വരുന്നതിന് മുൻപാണ് ഇത് സ്ഥാപിച്ചത്. ദുഃഖവെള്ളിയാഴ്ച, മറ്റു വിശേഷ ദിവസങ്ങൾ എന്നിവയ്ക്ക് പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രസംഗപീഠത്തിലേക്ക് വൈദികൻ പ്രവേശിക്കുന്നത് ഇതിന് പിന്നിലുള്ള ചെറിയ കിളിവാതിലൂടെയാണ്. ഇതിന് 3 അടി വീതിയും 4 അടി ഉയരവുമുണ്ട്. സസ്യജന്യമായ വർണ്ണക്കൊട്ടുകൾ ഉപയോഗിച്ചാണ് അന്ന് ഇത് വർണ്ണാഭമായിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത്. ഒരു പുഷ്പത്തെ മുതല കടിച്ച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിധത്തിൽ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ രംഗങ്ങളും സുവിശേഷകർ, സ്ലീഹന്മാർ, പുണ്യവതികൾ എന്നീ തിരുസ്വരൂപങ്ങളുടെ വിസ്മയ ദൃശ്യങ്ങളും ശ്രദ്ധേയമാണ്. ഭക്തിപൂർവം കൈകൂപ്പി നിൽക്കുന്ന 8 ബലിഷ്ഠഗാത്രരുടെ രൂപങ്ങൾ, മുന്തിരിക്കുലകൾ ഏന്തി നിൽക്കുന്ന മുന്തിരിവള്ളികൾ, ഇരുതലയുള്ള പക്ഷികൾ എന്നിങ്ങനെ വിവിധ കമനീയ രൂപങ്ങൾ വൈദഗ്ധ്യത്തോടെ ചമച്ചിരിക്കുന്നു. പുതുക്കാട് സെൻ്റ് ആൻ്റണീസ് ഇടവക ധാരാളം ആത്മീയ ശുശ്രൂഷകൾ ജനങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് 5 മണിക്കും വിശുദ്ധ ബലികളും, ഞായറാഴ്ചകളിൽ രാവിലെയും വൈകിട്ടുമായി 4 ദിവ്യബലികളും ഇടവകയിൽ അർപ്പിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിൻ്റെ ഭക്തിക്കായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ധാരാളം പേർ ചൊവ്വാഴ്ചകളിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി ഇടവകയിൽ വരുന്നുണ്ട്. പുതുക്കാട് ഒരു ആത്മീയ കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു. ഇടവകയുടെ ആത്മീയ അഭിവൃദ്ധിക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകൾ ഇടവക ശുശ്രൂഷയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ ഇടവക പരിശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇടവക രേഖകളും ഇടവകയിലെ കുടുംബങ്ങളുടെ വിശദ വിവരങ്ങളും കമ്പ്യൂട്ടർവൽക്കരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സാമൂഹിക സേവന രംഗത്തും പുതുക്കാട് ഇടവക അതിൻ്റെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. പുതുക്കാട് ഗവൺമെൻറ് ആശുപത്രിക്ക് സ്ഥലം ദാനമായി നൽകിയത് പുതുക്കാട് ഇടവകയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൗജന്യമായി ഭക്ഷണവും ഗവൺമെൻറ് ആശുപത്രിയിൽ പുതുക്കാട് ഇടവക നൽകുന്നുണ്ട്. ധാരാളം യുവജന പരിപാടികളും നമ്മുടെ ഇടവകയിൽ സംഘടിപ്പിക്കപ്പെടുന്നു. ദേവാലയമണികളുടെ മാറ്റുലി ക്രൈസ്തവന്റെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. പള്ളിത്തിരുനാളുകളിൽ ആഹ്ലാദത്തിൻ്റെയും നിത്യനിദ്രയിൽ പ്രവേശിക്കുമ്പോൾ വേർപാടിൻ്റെയും ശബ്ദവീജികൾ ഉയർത്തുന്ന മണികൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പുതുക്കാട് പള്ളിയിലെ മണികൾ പ്രാദേശികമായി തന്നെ ഉള്ളതായിരുന്നു. എന്നാൽ ഇത് ഗുണമേന്മയുള്ളതായിരുന്നില്ല. ഇത് കണക്കാക്കി ഇവിടുത്തെ വൈദികന്മാർ പാരീസിൽ നിന്ന് മണി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. 1908 പാരീസിൽ നിന്ന് കപ്പൽ മാർഗം 3 മണികൾ മദ്രാസിലെത്തിച്ചു. അവിടെ നിന്ന് തീവണ്ടി മാർഗം 1908 പുതുക്കാട് എത്തിച്ചു. ഇപ്പോഴും ഈ മണികൾ നല്ലവണ്ണം അടിക്കുന്നുണ്ട്. 1908 പാരീസിൽ നിന്നും വരുത്തിയ 3 പള്ളിമണികൾ ഈ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. 3 മണികളിലെ വലിയ മണിയിൽ സെൻ്റ് ആൻ്റണിയുടെ തിരുസ്വരൂപം വാർപ്പിൽ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്.
മറ്റു മണികളിൽ തിരുഹൃദയത്തിൻ്റെയും സെൻറ് ജോസഫിൻ്റെയും രൂപങ്ങൾ വ്യക്തമായി കാണാം. പുതുക്കാട് ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ സംഘടനകളും തന്നെ പുതുക്കാട് ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ സാന്നിധ്യം ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വേദികളിലൂടെ വിളിച്ചറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഘടനകളിലൂടെ തങ്ങളുടെ കർമ്മശേഷിയും സംഘടനാ വൈഭവവും സമൂഹത്തിൻ്റെ നന്മയ്ക്കും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി വളർത്തിയെടുക്കുവാനായിട്ട് സംഘടനാ വൈഭവങ്ങളിലൂടെ പ്രത്യേകമായിട്ട് പുതുക്കാട് ഇടവകയിലെ ഓരോ സംഘടനകളും ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഈ പുതുക്കാട് ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് ഇവിടെയുള്ള കുടുംബ സമ്മേളന യൂണിറ്റുകൾ. ഓരോ കുടുംബത്തെയും നന്നായി അറിയുകയും ആ കുടുംബത്തിൻ്റെ വേദനകൾ എല്ലാവരുടെയും വേദനകളാണെന്ന് കരുതിക്കൊണ്ട് പരസ്പര ഹൃദയൈക്യത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ വളർന്നു വരുന്ന കുടുംബ സമ്മേളനങ്ങൾ, കുടുംബ കൂട്ടായ്മകൾ ഈ ഇടവകയുടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അനുഗ്രഹീതരായ കലാകാരന്മാർ നിർമ്മിച്ച മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ ഈ ദേവാലയത്തിൻ്റെ സവിശേഷതയായിരുന്നു. ഈ പള്ളിയുടെ മതഗുഹയിലെ അൾത്താരയിലും അതുപോലെ ചുമരുകളിലും കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ചെറിയ കപ്പളയിലും ധാരാളം മ്യൂറൽ പെയിൻറ്റിങ്ങുകളുണ്ടായിരുന്നു. മംഗലാപുരത്തുകാരനായിട്ടുള്ളൊരു ഗാമയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമൊക്കെ ഈ പള്ളിയിൽ താമസിച്ച് ഈ പെയിൻറ്റിങ്ങുകൾ ചെയ്തിരുന്നത്. 1961 ഈ മധുവഹയും അതുപോലെ തന്നെ 1982-83 കാലഘട്ടങ്ങളിൽ ഈ പള്ളി പൊളിച്ചു പണിയുകയും ചെയ്തപ്പോൾ ആ മ്യൂറൽ പെയിൻറ്റുകൾ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇവ നഷ്ടപ്പെടുന്നതിന് മുൻപായിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ പുരാവസ്തു ഗവേഷണ വിഭാഗം ഇതിൻ്റെയൊക്കെ പ്രിൻ്റുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഭിത്തിയിൽ വെച്ചിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്. ഇതിൻ്റെ ഒറിജിനൽ നമ്മുടെ തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിലുള്ള ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പുതുക്കാട് പള്ളിയുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു വിവരണം. വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ആദരണീയ വ്യക്തികളാണ് വിശുദ്ധർ. ഇവരോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന തിരുനാളുകൾ ഇവിടെയും ഭക്ത്യാദരങ്ങളോടെ ആഘോഷിച്ചു വരുന്നു. ഫെബ്രുവരി 3-4 തീയതികളിലാണ് എല്ലാ വർഷവും ഇവിടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പു തിരുനാൾ ആഘോഷിക്കുന്നത്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിൻ്റെ ദർശന തിരുനാൾ മെയ് ആദ്യ ഞായറും വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാൾ ഒക്ടോബർ മാസം അവസാന ഞായറിലുമായാണ് ആഘോഷിച്ചു വരുന്നത്. പുതുക്കാട് പള്ളി നേരിട്ട് നടത്തുന്ന പള്ളികളുണ്ട്. തുറവ് സെൻറ് ആൻ്റണീസ് പള്ളി, നന്മണിക്കര സെൻറ് മേരീസ് പള്ളി എന്നിവയാണിവ. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാകുന്ന തിരുസഭയിൽ വേല ചെയ്യുന്നതിന് ഈ ഇടവക അനേകം വൈദികരെയും സന്യസ്തരെയും സംഭാവന ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും ഇന്ന് തിരുസഭയിൽ പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. തൃശ്ശൂർ അതിരൂപത പ്രഥമ സഹായമെത്രാനായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഈ ഇടവകയുടെ പുത്രനാണ്. രണ്ടേകാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ദേവാലയം ആധ്യാത്മികവും സാമൂഹികവുമായ കർമ്മരംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പുതുക്കാട് ഗ്രാമത്തിന് അഭിമാനമായി ഇന്നും നിലകൊള്ളുന്നു. മനുഷ്യ മനസ്സുകളെ വേർതിരിക്കുന്ന മതിൽക്കെട്ടുകളായിട്ടല്ല,
മനുഷ്യത്വമുണങ്ങിയ മരീചികയായിട്ടല്ല, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വറ്റാത്ത ഉറവിടങ്ങളായിരിക്കട്ടെ നമ്മുടെ ദേവാലയങ്ങൾ. സ്നേഹതീരം.